ഭഗവത്ഗീത കൽക്കി പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരു ശമ്പല ഗ്രാമത്തിൽ വിഷ്ണു യശസ്സിൻ്റെയും സുമതിയുടെയും മകനായി ഒരു പ്രവാചകൻ ജനിക്കും. എന്താണ് ശമ്പല ഗ്രാമം? മരുഭൂമി. വിഷ്ണു യശസ്സിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അടിമ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആരാധകൻ എന്നൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ അറബിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അടിമ എന്ന അർത്ഥം വരുന്നത് അബ്ദുള്ള എന്നു പേര് വരും. അപ്പോൾ മുഹമ്മദ് നബിയുടെ അച്ഛൻ്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. ഇനി സുമതിയുടെ അർത്ഥം വിശ്വസ്തത എന്നായിരുന്നു. ഈ അർത്ഥം നമ്മൾ അറബിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ആമിന. അപ്പോൾ കൽക്കി പുസ്തകത്തിൽ പ്രവചിച്ചത് ശമ്പല ഗ്രാമത്തിൽ വിഷ്ണു യശസ്സിൻ്റെയും സുമതിയുടെയും മകനായി ഒരു പ്രവാചകൻ ജനിക്കും. അദ്ദേഹത്തിന് ഒരു പർവ്വതത്തിൽ ജ്ഞാനം ലഭിക്കും. അദ്ദേഹത്തിന് അനുചരന്മാരുണ്ടായിരിക്കും. അദ്ദേഹം ശത്രുക്കളെ ജയിക്കും. അദ്ദേഹം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യും. ഈ പ്രവചനമെല്ലാം ആരിലാണ് പൂർത്തീകരിച്ചത് എന്ന് നമുക്കറിയണ്ടേ? അതുപോലെ തന്നെ ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ 18:18 ഇങ്ങനെ പറയുന്നു: അവരുടെ സഹോദരന്മാരിൽ നിന്ന് ഞാൻ ഒരാളെ ഉയർത്തും, നിന്നെപ്പോലെ. ആരെപ്പോലെ? മോശയെപ്പോലെ. എന്നിട്ട് അവൻ്റെ നാവിൽ ഞാൻ എൻ്റെ വചനങ്ങൾ നിക്ഷേപിക്കും. അവൻ സ്വമേധയാ ഒന്നും സംസാരിക്കത്തില്ല. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവും പ്രവചിക്കുന്നു: എനിക്ക് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിവില്ല. എന്ന് വെച്ചാൽ അന്ന് അത്ര ബുദ്ധിയില്ല അന്നത്തെ മനുഷ്യർക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നു, എന്നാൽ ഞാൻ പോയതിനു ശേഷം സത്യത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിലോട്ട് വരും, ഈ ലോകത്തിൻ്റെ അധികാരി. എന്നിട്ട് ഈ ലോകത്തെ പാപത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും എന്ന് യേശു തന്നെ പ്രവചിച്ചു. ആരാണ് ഈ പ്രവചനം? ആരിലാണ് പൂർത്തിയായത്? പൂർത്തീകരിച്ചിരിക്കുന്നു. അത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയിൽ തന്നെ. പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയാണ് അവസാനത്തെ പ്രവാചകൻ.